കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കൊല്ലങ്കോട് യൂണിറ്റ് 1 വാർഷിക സമ്മേളനം സംഘടിപ്പിച്ചു. പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയും ക്ഷാമാശ്വാസ കുടിശ്ശികയും ഉടൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട സമ്മേളനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സത്യപാൽ ഉദ്ഘാടനം ചെയ്തു. യുവജനങ്ങളെക്കാളേറെ ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് കേവലമായ അവകാശ സമര പോരാട്ടങ്ങൾക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്ന ഒരു സംഘടനയല്ല. സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് KSSU. അതിന് കഴിഞ്ഞകാല പ്രവർത്തനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ള ആരും സമ്മതിക്കുന്ന ഒരു കാര്യമാണിത്. എപ്പോഴൊക്കെ നാട് പ്രതിസന്ധിയെ നേരിട്ടിട്ടുണ്ടോ അപ്പോഴൊക്കെ അവിടെ ഒരു കരുതലായി, താങ്ങായി, തണലായി മുന്നോട്ട് വന്നിട്ടുള്ള സംഘടനയാണ് KSSU. കേരളത്തിനകത്ത് മാത്രമല്ല പുറത്തും പലപ്പോഴും പ്രകൃതിക്ഷോഭമോ അല്ലെങ്കിൽ കാലവർഷക്കെടുതിയും മറ്റും ഉണ്ടാകുമ്പോൾ അവരെയൊക്കെ സഹായിക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങിയുള്ള ഒരു സ്ഥാനമാണ്. കോവിഡ് കാലത്ത് കേരളം വലിയ പ്രതിസന്ധിയെ നേരിട്ടപ്പോൾ അവിടെയൊക്കെ ഈ ഗവൺമെന്റിന് ഒരു താങ്ങായി നിന്ന പ്രസ്ഥാനമാണ് KSSU. അവരുടെ അംഗങ്ങളിൽ നിന്ന് പിടിച്ചെടുത്ത വലിയൊരു തുക സംസ്ഥാന ഗവൺമെന്റിന് സംഭാവനയായി നൽകുകയും അതോടൊപ്പം തന്നെ പ്രാദേശികമായി അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി സഹകരിച്ചുകൊണ്ട് പല പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്താൻ വേണ്ടി ഈ സംഘടന തയ്യാറായിട്ടുണ്ട് എന്ന കാര്യം ഞാൻ ഇവിടെ ഈ അവസരത്തിൽ പ്രത്യേകം എടുത്തു പറയുക. സംഘടനയ്ക്ക് അകത്തു നിന്നുകൊണ്ട് പരിശോധിക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമ്മൾ ഉന്നയിക്കപ്പെട്ട കഴിഞ്ഞ സംസ്ഥാന സമ്മേളനം മുന്നോട്ട് വെച്ച പല ആവശ്യങ്ങൾ നേടിയെടുക്കേണ്ടതായിട്ടുണ്ട്. യൂണിറ്റ് പ്രസിഡന്റ് കെ രാജഗോപാലൻ അധ്യക്ഷനായി. യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി വി ചന്ദ്രൻ സംഘടനാ കാര്യങ്ങൾ വിശദീകരിച്ചു. സെക്രട്ടറി NN രാമചന്ദ്രൻ വാർഷിക റിപ്പോർട്ടും ഗജാൻജി പി രാധാകൃഷ്ണൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. ശാന്ത രാധാകൃഷ്ണൻ, കെ വിജയൻ എന്നിവർ പ്രസംഗിച്ചു.